നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് പുതിയ ഒരു രാഷ്ട്രീയ പദ്ധതിയുമായി രംഗത്ത് വരികയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായ അദ്ദേഹത്തെ തൃണമൂലിൻ്റെ സംസ്ഥാന കൺവീനറായി അതിൻ്റെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല അൻവർ UDF-ഉമായിട്ടുള്ള തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു പരിഹരിക്കുന്നു. VD സതീശനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മാപ്പ് പറയുന്നു. ലീഗിനോടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുന്നു. ആ മാപ്പ് സ്വീകരിക്കുന്നു UDF. പിന്തുണയിലുള്ള സന്തോഷം രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ പങ്കുവയ്ക്കുന്നത് കണ്ടു. ആര് മത്സരിച്ചാലും അവരെ വിജയിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം എടുത്ത് നിരുപാധികമായ പിന്തുണയുമായി താൻ രംഗത്തുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. അൻവർ കോൺഗ്രസിലേക്ക് വരാൻ അതിനുശേഷം UDF-ഉമായി അസോസിയേറ്റ് ചെയ്യാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫൈനലി അദ്ദേഹത്തിന് ഈ വഴി വേണ്ടി വന്നു UDF-നോടൊപ്പം ചേരുന്നതിൻ്റെ സൂചനകൾ തുറന്നു കിട്ടാൻ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ കുറേ മാസങ്ങളായി വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സഞ്ചാരത്തിലാണ് PV അൻവർ ഉള്ളത്. ഫൈനലി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് നിന്ന് ബംഗാൾ പാർട്ടിയുടെ പ്രതിനിധിയായി ഇവിടെ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. അൻവറിൻ്റെ മുമ്പിലുള്ള സാധ്യതകൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം ദൗസവൻ എന്താണ് തോന്നുന്നത്? അൻവർ പശ്ചിമ ബംഗാളിൽ നിന്നൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുകയും ആ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി മാറുന്നു. അതിൻ്റെ രാഷ്ട്രീയം വികസിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമായിട്ട് മറ്റന്നാൾ മുതൽ ഇറങ്ങാൻ പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. അൻവർ മനസ്സിൽ കാണുന്നത് എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, അൻവർ എന്താ കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഇമ്പൾസീവായിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. പിന്നെ അൻവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അൻവർ തന്നെ അത്ര ഗൗരവത്തിലെടുക്കാറില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ പൊന്നാനി ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചു. കഴിഞ്ഞല്ല, അതിൻ്റെ മുമ്പത്തെ ആ സമയത്ത് നമ്മുടെ മീഡിയ കൊണ്ട് നൽകിയ ബൈറ്റിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? തോൽക്കുകയാണെങ്കിൽ നിയമസഭാംഗത്തെ രാജിവെക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. പിന്നെ ഒരു എന്താ മലപ്പുറം ഭാഷയിൽ ഒരു മൂച്ചിലങ്ങ് പറയും കുറേ കാര്യങ്ങൾ. ചിലതൊക്കെ കണ്ട് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, ചിലതങ്ങ് കിളിച്ചു പിടിക്കും. അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷേ അൻവറിന് ആ നിലമ്പൂർ ഏറനാട് മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അനുയായി വൃന്ദവും കാര്യങ്ങളുണ്ട്. നല്ല സംഘാടകനാണ്. ആവശ്യത്തിന് അധികം എന്താ പറയുക ധൈര്യവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ് വരുന്നത്. ഞാനതിൽ പ്രാഥമികമായിട്ട് ഞാൻ കാണുന്നത്, എനിക്ക് വ്യക്തിപരമായിട്ട് ഇങ്ങനെ കുറേ അധികം രാഷ്ട്രീയ പാർട്ടികൾ വരട്ടെ എന്ന അഭിപ്രായക്കാരാണ്. പ്ലേയേഴ്സ് കൂടട്ടെ, അതിൻ്റെ ഒരു ഹരമുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം കൂടുതൽ വൈവിധ്യം നിറഞ്ഞതാകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമുക്ക് തൃണമൂൽ കോൺഗ്രസ് ഒരു ഭാഗത്ത്, സമാജ്വാദി പാർട്ടി വേറൊരു ഭാഗത്ത്, ഇങ്ങനെ DMK വരികയാണെങ്കിൽ അവർ വരട്ടെ. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്ലേയേഴ്സ് കൂടട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇപ്പോൾ അൻവറിനെ പോലെ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാൾ AITC ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് അത് ഗുണമാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു മേൽവിലാസമില്ലാത്ത പാർട്ടിയല്ല. നോക്കണം, നമ്മൾ ഇപ്പോഴത്തെ ഒരു പാർലമെൻറ്റ് ഇത് കണക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP-യും കോൺഗ്രസും കഴിഞ്ഞാൽ MP-മാരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള പാർട്ടിയാണത്. 28 അംഗങ്ങൾ ലോക്സഭയിലുണ്ട്, 12 അംഗങ്ങൾ രാജ്യസഭയിലുണ്ട്. മൊത്തം 40 പാർലമെൻറ്റ് അംഗങ്ങൾ ഉള്ള 3ാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. 2 സംസ്ഥാനങ്ങളിൽ നിയമസഭാ പ്രാതിനിധ്യം അവർക്കുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മോശമുള്ള പാർട്ടിയല്ല. പിന്നെ അൻവറിനെ പോലെ തന്നെ ഒരു ഫയർ ബ്രാൻഡ് ലീഡർ അവർക്കുണ്ട്. ഇപ്പോൾ അൻവർ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ മഹുവ മൊയ്ത്രയെ കൊണ്ടുവരുവാനുണ്ട്. മഹുവ മൊയ്ത്ര പറഞ്ഞപ്പോൾ മലയാളികൾക്കിടയിൽ സ്റ്റാർ വാല്യൂള്ള വളരെ പോപ്പുലറാണ്. കാരണം ഈ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന ഒരു ലീഡറാണ്. ഇപ്പോൾ മഹുവ മൊയ്ത്രയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നു അൻവർ. ദീദിയുടെ അനുഗ്രഹാശിസുകൾ ഒരു ഷോ ഉണ്ടാക്കാനൊക്കെ പറ്റും. അങ്ങനെ കേരള രാഷ്ട്രീയം ഇപ്പോൾ 2 മുന്നണികളിലായിട്ട് പെട്ട് കിടക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകേണ്ടി വരും. സ്വാഭാവികമായിട്ട് UDF-ആണ് ഒരു നാച്ചുറൽ ബർത്ത് ആയിട്ടുണ്ടാവുക. അതിൽ അൻവർ കയറാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതാണ് തോന്നുന്നത്. കാരണം മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു, സതീഷിനോട് മാപ്പ് പറഞ്ഞു, UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഒക്കെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അൻവറിന് UDF-ഉമായിട്ട് സംസാരിക്കാൻ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടി വരില്ല. ഒരു വലിയ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അധികം ലിവറേജ് കിട്ടും. ബംഗാളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജൂനിയർ പാർട്ട്ണറാണ് അവിടെ തൃണമൂലുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു എഡ്ജ് കൂടെ ഉണ്ടാവും. പിന്നെ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ക്രിസ്ത്യൻ സമുദായത്തെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം കുടിയേറ്റ കർഷകരുടെ പ്രശ്നം, ഈ മൃഗശല്യം, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതൊരു സമുദായത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത്, ക്രിസ്ത്യൻ സമുദായത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള
ജോയ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്ന്, പിന്നെ ഞാൻ ഈ ആലോചനകളൊക്കെ നടത്തുന്നതിന് മുമ്പ് ബിഷപ്പുമാരുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അദ്ദേഹം. ക്രിസ്ത്യൻ സമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിലമ്പൂരിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു ഫാക്ടർ കൂടെയാണ്, അത് മനസ്സിലാക്കണം. ഇന്ന് അതിൽ അൻവർ പറഞ്ഞ പോലെ കേരളത്തിലെ ഈ മലയോര മേഖലകളിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുള്ളൊരു സമുദായമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മാണി സാറിൻ്റെ മരണത്തിന് ശേഷം ഒരുതരം രാഷ്ട്രീയ അനാഥത്വം അവരനുഭവിക്കുന്നുണ്ട്. ഈ പുതിയ വന നിയമം വന്നല്ലോ, അത് മന്ത്രിസഭയിൽ വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പോലും ഈ ഇദ്ദേഹത്തിന് പറ്റിയില്ല. റോഷി അഗസ്റ്റിന് പറ്റിയില്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പറ്റിയില്ല. കാരണം മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കയോടുകൂടി അവർ കാണുന്നൊരു നിയമമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ ആ ഒരു കർഷകരുടെ പ്രശ്നം മുൻനിർത്തി, കർഷകരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ മറ്റു തരത്തിൽ കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ പ്രശ്നം കൂടെയാണ്, അത് മുൻനിർത്തി അവരുടെ ആ ഒരു രാഷ്ട്രീയ ഭൂമിയിലേക്ക് കടക്കാൻ കൂടെ അൻവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അതിനൊരു സംഘടനാപരമായി കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ പുതിയ കാലത്തെ ക്രിസ്ത്യാനികളുടെ കേരള കോൺഗ്രസ്സായി തൃണമൂൽ കോൺഗ്രസിനെ മാറ്റാനാണോ അൻവറിൻ്റെ പ്ലാൻ എന്നൊക്കെ കാണണം. എനിവേ കാത്തിരുന്ന് കാണാം. ഞാനത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പുതിയൊരു പ്ലെയർ വരട്ടെ, അവർ കളിക്കട്ടെ. അൻവറിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ജിപ്സ് തോന്നുന്നത്, അതിന് ചലഞ്ചസ്? ദവസായി പറഞ്ഞാൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് അൻവർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവേശത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം DFO ഓഫീസ് ആക്രമണ കേസിൽ പ്രതിയായി ജയിലിൽ പോയി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്, എന്നെ ഒന്ന് UDF എടുക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ UDF സംബന്ധിച്ച് പലതരത്തിലുള്ള പരാധീനതകളുണ്ട് അൻവറിനെ പേറുന്നതിൽ വെച്ചാൽ നിലമ്പൂർ സീറ്റിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും, മറ്റ് പലയിടത്തും പ്രശ്നമുണ്ട്. അൻവറിനെ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിലെ നേതാക്കൾക്കുള്ള വിമുഖതയുമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ CPMൻ്റെ മൂടിചൂടാമൻ എന്ന് വിളിക്കാവുന്ന പാട്രിയാർക്കായ പിണറായി വിജയനെ വെല്ലുവിളിച്ച് അതിൽ നിന്നിറങ്ങി വന്ന ഒരാൾ നാളെ UDF വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുകയില്ല എന്നുള്ള ആശങ്ക കൂടി കോൺഗ്രസിനുണ്ട്. പരസ്യമായിട്ട് വിമർശിക്കുക, പാർട്ടി നയങ്ങളെയും മുന്നണി പരിപാടികളെയും വിമർശിക്കുക തുടങ്ങിയ നടപടികളുമായിട്ട് അൻവർ മുന്നോട്ട് പോയാൽ അത് താങ്ങാനുള്ള ശേഷി UDFിനില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു അപ്രോച്ച് അവർ സ്വീകരിക്കുന്നത്. അത് മനസ്സിലാക്കി അൻവർ തൊട്ടുടനെ പോയി തൃണമൂലിൽ ചേർന്നു ഉടനെ തന്നെ പോയി തൃണമൂലിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്പോണ്ടേനിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ എങ്കിൽ പോലും ആത്യന്തികമായി അൻവർ ആഗ്രഹിക്കുന്ന UDFിൽ ചേരുക എന്നുള്ളത് തന്നെയാണ്. അത് ഇനി വരാൻ പോകുന്ന പഞ്ചായത്തിൽ നമ്മൾ മുമ്പ് സംസാരിച്ചാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധിക്കണമെന്നില്ല. ഒരു പക്ഷേ വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ ഭാഗമാകുക എന്നൊരു സ്ട്രാറ്റജിയാണ്. അതിനുവേണ്ടി തൃണമൂലെങ്കിൽ തൃണമൂൽ, അതിനപ്പുറം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ വളർത്തുക എന്നുള്ള അൻവറിൻ്റെ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഈ പ്രോഗ്രാം, അതായത് വന്യജീവി ആക്രമണം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തും, അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൂവാണ്. അതിൻ്റെ കാരണം ആ വിഷയം ഏറ്റെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആ ഏരിയ, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് LDFിലായതുകൊണ്ട് അവിടെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ, ഒരു നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്ക്. ഒരു നിയമ ഭേദഗതിയിലും ഒരു ഘടകകക്ഷിയും എതിരഭിപ്രായം പറഞ്ഞതായിട്ട് ഈ കഴിഞ്ഞ 8-9 വർഷമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. വളരെ വിവാദപരമായ പല നിയമ ഭേദഗതികളും ഈ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്നപ്പോൾ അപശബ്ദങ്ങൾ എന്ന് പറയാൻ പോലും CPI പോലും പലപ്പോഴും മൗനം പാലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ജനാധിപത്യമൊക്കെ ഈ മന്ത്രിസഭയിലുള്ളൂ. അപ്പോൾ കേരള കോൺഗ്രസിന് സ്വാഭാവികമായി കുറേ കൂടി ജൂനിയർ പാർട്ടിയാണ്, അവർക്ക് അതിനെപ്പറ്റി എതിരഭിപ്രായം പറയാൻ കഴിയില്ല. എന്നിരിക്കെ ആ ഒരു വിഷയം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബേസ് യഥാർത്ഥത്തിൽ UDFിനും അനുകൂലമാണ്. UDFിന് അനുകൂലമാണെന്ന് വെച്ചാൽ ഇപ്പോൾ കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഈ 4 ജില്ലകളിലെ ഒരു കത്തുന്ന പ്രശ്നം തന്നെയാണത്. ഈ 4 ജില്ലകളിലും, ഇപ്പോൾ വയനാട് ഒഴികെയുള്ള ബാക്കി 3 ജില്ലകളിലും കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട് അവർക്ക്, അവരുടെ വോട്ട് ബേസ് ചോർന്നു പോകുന്നുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ ജില്ലകളിൽ UDFിന് നേരിട്ടുണ്ട്, പ്രത്യേകിച്ചും കോൺഗ്രസ് നേരിട്ടുണ്ട്, വിശേഷിച്ചും ഈ കേരള കോൺഗ്രസ് LDF പോയതിന് ശേഷം. അപ്പോൾ ആ പോയ വോട്ട് ബാങ്കിനെ കൊണ്ടുവരാൻ അൻവറിന് കഴിയുമോ എന്നുള്ളതല്ല, ആ വിഷയം ഏറ്റെടുക്കുന്നതിലൂടെ UDFിന് കഴിയും. അതുകൊണ്ടാണ് UDF അൻവർ വരുമോ ഇല്ലേ എന്ന് പറയുന്നതിനപ്പുറം അൻവർ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. അൻവർ എപ്പോൾ UDFിലേക്ക് വരും എന്ന് പറയാൻ കഴിയാത്ത UDF അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ആ വിഷയത്തിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ പോവുകയാണെന്ന് MM ഹസൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, അൻവർ വാർത്താ സമ്മേളനം നടന്നതിനിടയ്ക്ക് തന്നെ. അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നം UDF ഏറ്റെടുക്കുന്നത് UDFിന് നഷ്ടപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ അൻവറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാജിവെക്കുക എന്നുള്ളത് അതൊരു തിയേട്രിക്സാണ്, രാഷ്ട്രീയത്തിലൊരു തിയേട്രിക്സ് എന്ന് പറയുന്ന കാര്യമാണ്.
അൻവർ രാജിവെച്ചാൽ അൻവറിന് എന്താ സംഭവിക്കും? അൻവർ ഇപ്പോൾ MLA ആയിട്ട് തുടർന്നാൽ അൻവറിന് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ഗെയിനും അതിലില്ല. രാജിവെക്കുന്നതോടെ ഇന്ന് മുഴുവൻ ശ്രദ്ധയും അൻവറിൻ്റെ മേലായി. അൻവർ പറയുന്നു ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിലല്ല, വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആരുമായിക്കോട്ടെ. ഇപ്പോൾ അല്പം മുമ്പ് നിഷാനോട് എന്താ പറഞ്ഞത്? ഇനി ആര്യടൻ ഷൗക്കത്താണെങ്കിൽ പോലും ഞാൻ പിന്തുണയ്ക്കുന്നതാണ് പറഞ്ഞത്. അതാണ് ആ ഒരു ഗെയിം. ആ ഗെയിമിൽ അൻവറിന് നേട്ടമാണ്, യഥാർത്ഥത്തിൽ അൻവറിന് നേട്ടമാണ് ആ ഗെയിം. അതിന് കാരണം അത് UDF അദ്ദേഹത്തിൻ്റെ പാത കുറേ കൂടി എളുപ്പമാക്കി മാറ്റുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ ഒരു ലേബൽ താൽക്കാലികമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മമതാ ബാനർജി ഒരേ സമയം കോൺഗ്രസിനും CPM-നും എതിരാളിയാണ്, രണ്ടുപേരുടെ എതിരാളിയാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന ഒരാളാണ് മമതാ ബാനർജി. അതിന്ന് പത്രസമ്മേളനം ചോദിച്ചപ്പോൾ അൻവർ മറുപടി പറഞ്ഞത് അത് കോൺഗ്രസിനെ എതിർക്കുന്നത് കോൺഗ്രസ് CPM-ന്റെ കൂടെ നിൽക്കുന്നു. അതെന്തുകൊണ്ട്? അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം പെരുമ്പാവൂർ വോട്ടവകാശമുള്ള ബംഗാളികൾ ഉണ്ടെങ്കിൽ അവരിലപ്പുറം വേറെ ഏതെങ്കിലും സ്വാധീനം അൻവർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അൻവർ പ്രവർത്തിക്കേണ്ട പെരുമ്പാവൂരായിരിക്കും. അല്ല തൃണമൂലിൻ്റെ ബാനറിൽ വന്യജീവി പ്രശ്നം ഉന്നയിക്കാം എന്നുള്ളതൊരു എന്താണ് മോരും മുദ്രയും പോലെയാണത്. അതൊരിക്കലും ഹിറ്റാകാൻ പോകുന്നൊരു സ്ട്രാറ്റജി അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് തൃണമൂൽ എന്നുള്ളൊരു താൽക്കാലിക മേൽവിലാസമാണ്. ഏതുപോലെ DMK എന്ന മേൽവിലാസം അദ്ദേഹം അണിയാൻ ശ്രമിച്ചതുപോലെ എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ഡെസ്റ്റിനേഷൻ UDF തന്നെയാണ്. അൻവറിൻ്റെ പ്രവർത്തന പദ്ധതികൾ ഏത് വഴിക്കാവും സഫലമാവുക, നീങ്ങുക എന്ന് ഉറ്റുനോക്കണം.